നമ്മളെ ഫുള്ള് മാർക്കറ്റുകളാണ്. ഇവിടെ ഒരു അമ്മയും കൊച്ചും കൂടെ കണ്ടോ. ആൾക്കാർ എങ്ങനെ ജീവിക്കുന്ന എനിക്ക് ഏലു നിന്നെപ്പോലെ ഞാനും സങ്കടപ്പെട്ടിരിക്കുക. ഭക്ഷണമൊന്നുമില്ല. ജിംനിക്ക് പവർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? എല്ലാ ജിംനി ഓണേഴ്സും മസ്റ്റായിട്ട് സ്പീഡ് ഒരു ഗിയർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏലുവിനും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കായിരുന്നു. ഹായ്, ഐ ആം ബ്രിൻഡോ. ഹായ്, ഐ ആം ബ്രിസ്റ്റോ. അപ്പോൾ ഇതേ നമ്മുടെ കൂടെ ഒരാളിങ്ങനെ ഉണ്ട്, ലൈല. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു 3000 കിലോമീറ്റർ ഡ്രൈവാണ്. സാധാരണ നമ്മൾ ഹൈവേക്കാണ് പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഹൈവേക്ക് വിട്ട് കുറച്ച് എക്സ്പ്ലോറിംഗ് ആയിരുന്നു. അപ്പോൾ 1, 2, 3 എപ്പിസോഡ് കാണാത്തത് കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ലൈലയുടെ ലാസ്റ്റ് ഡേ ഇൻ ഭുജാണ്. ലൈല വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ വീട്ടിലായിരുന്നു. ഇനി നേരെ നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നും അതിതണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്നും ലൈലേനെ നമ്മൾ നേരെ കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. ഇനി ലൈല നമ്മുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അതെ, റോക്കിയുടെയും ലൂസയുടെയും കൂടെ, ക്യൂട്ടിയും കോക്കോയുടെയും കൂടെ. വണ്ടി കയറാനാണ് ഭയങ്കര രസമാണ് കേട്ടോ. നേരത്തെ ചാടി കയറുമായിരുന്നു. ഇപ്പോൾ ഒക്കെ പ്രായം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ലൈലയ്ക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ ജിംനിയുടെ ബാക്ക് റോ സെറ്റാക്കിയിട്ടുണ്ട്. ലൈലു, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജിംനിയുടെ ബാക്കിൽ ഫുൾ സാധനങ്ങൾ, ഈ 3000 കിലോമീറ്റർ ഓടുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അത് വണ്ടിയുടെ ബാക്കിൽ ലോഡ് ചെയ്തേക്കുന്നു. പിന്നെ നമ്മളായിട്ട് കണ്ടുപിടിച്ചൊരു സ്റ്റോറിങ് സ്പേസ് ഞങ്ങൾ കാണിച്ചു തരാം. അത് സ്ഥലം തികയാണ്ട് വന്ന് നമ്മളിങ്ങനെ തപ്പി വന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ സീറ്റിൻ്റെ താഴെ, ഡ്രൈവർ സീറ്റിൻ്റെയും കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെയും താഴെ അത്യാവശ്യം നമുക്ക് ക്യാമറ ഗിയറും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പേസ് വന്നത് എങ്ങനെയാണ്? പറ. നമുക്ക് ആ സ്പേസ് വന്നത് ഈ ജിംനിയുടെ സീറ്റിന് ഇച്ചിരി ഹൈറ്റ് കുറവുണ്ടായിരുന്നു, കുഴിക്കകത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉണ്ടോ ഒരു ഇത്ര ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടിയിൽ നല്ല സ്റ്റോറേജ് വന്നിട്ട് ആദ്യം നമ്മുടെ ഡ്രൈവർ സീറ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിയപ്പോൾ കോ ഡ്രൈവറിനെ കൂടെ ചെയ്തു. അതിനൊരു 500 രൂപ ഉള്ളൂ കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ് സാധനം. ഉജ്ജിന്ന് നേരെ വഡോദരയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 8 മണിക്കൂർ എടുക്കൂല്ലേ? 450 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആകാൻ പറ്റില്ല. നമുക്ക് നേരെ പോകാം, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അവിടെ നിന്ന് നമ്മൾ നാളത്തെ വിശേഷം നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എപ്പിസോഡ് പോലെ കാണുക. പോകാം. നമുക്കിന്ന് ടോട്ടൽ പോകേണ്ട ദൂരം 435 കിലോമീറ്റർ, 7 മണിക്കൂറും 20 മിനിറ്റും എടുക്കുമെന്നാണ് കാണിക്കുന്നത്. സൈഡിലൊക്കെ ആൾക്കാർ താമസിക്കുന്നത് നോക്കി. എന്താ അല്ലേ, റോഡ് ക്ലോസ്ഡ്. നമ്മുടെ ഗുജറാത്ത് ഭുജ് പൊടിക്കാറ്റ്. ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലാത്ത കാര്യം. ഇപ്പോൾ ഭുജിൽ തന്നെ ചേട്ടനോട് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നെല്ലാം തോന്നുന്ന ഒരു ചോദ്യമാണ്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്നാണ്. വേസ്റ്റൊക്കെ കൂട്ടിയിട്ടേക്കണം നോക്കി. അവിടെ ഒരു അമ്മയും കൊച്ചും കൂടെ കണ്ടോ. ആ പിള്ളേർ വരെ ഇതിൻ്റെ അകത്ത് ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ഈ ഗുജറാത്തിൽ ഈ ഭുജിൽ നമ്മൾ ഫോസിൽ പാർക്കും റാൻ ഓഫ് കച്ചും എന്തെല്ലാം കാര്യങ്ങളുള്ള സ്ഥലം ഇവിടെ. എന്നിട്ട് എന്താണോ പോലും ഒരു മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ട് പോണേ. ഇത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കാണാൻ നീ കാണണേ. ഇത് നേരത്തെ ഇവിടെ ചപ്പയോറ് കാരണം മനുഷ്യന് നടക്കാൻ നിർത്തിയില്ലായിരുന്നു. ഇതിപ്പോ ഇവര് വൃത്തിയാക്കിയ ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടുത്തെ സീസണും കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇത് വൃത്തിയാക്കിയത് ഈ റിംഗ് റോഡ് പണിതുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലും ഭയങ്കര കഷ്ടം. ഇവിടെ ഓപ്പൺ ഗാർബേജ് സിസ്റ്റം ആണ്. ഗാർബേജ് ഡിസ്പോസൽ ഒന്നും ഇല്ല, കൊണ്ട് ചുമ്മാ തള്ളും. തോന്നുന്നിടത്തോടെ ഇടും. വഴിയുടെ നടുക്കും വഴിയുടെ സൈഡിലും പുഴയിലും എല്ലായിടത്തും. ബാലവേലയൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെയൊക്കെ സൈസോ നമ്മുടെ ജിമ്മിനേക്കാളും സൈസാണല്ലോ. ആ ഒരു എയർക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ചരിത്രപരമായി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഈവെന്റിനെ പറ്റിയുള്ളതാണ്. ഇവിടെ 1971 യുദ്ധം വന്നപ്പോൾ പാകിസ്ഥാൻകാർ നമ്മുടെ എയർഫോഴ്സിന്റെ മറ്റേ റൺവേ തകർത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന MESന്റെ കോൺട്രാക്ടർ ഉണ്ടായിരുന്ന അവരൊക്കെ രക്ഷപ്പെട്ടു ഓടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ നമ്മുടെ എയർക്രാഫ്റ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ മാതാപ്പർ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം കൂടെ വന്ന്
അവരുടെ ജീവൻ പണയം വെച്ച് അവിടെ ആ റൺവേ നന്നാക്കിയതിൻ്റെയാണ് ആ സ്മാരകം അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇവിടെ 1971 ആ യുദ്ധത്തിൻ്റെ സ്മരണച്ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ആ സ്ത്രീകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പോൾ അവരെ അവിടെ വിളിച്ച് ആദരിക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കഥ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ജിംനിയുടെ അടുത്തൊരു നെഗറ്റീവ് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ നിന്ന് കയറിയതാണ്. അന്നേരം വണ്ടി ലോക്ക് ചെയ്യാൻ നേരത്ത് കീലെസ് എൻട്രി ആണല്ലോ, സ്വിച്ചിലേക്കിട്ട് ബീപ്പ് എന്നൊരു സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കി ഡോറും ഇല്ലാത്തതുകൊണ്ടാണോ വണ്ടി പാർക്കിങ്ങിലല്ല ഇതൊക്കെ നോക്കി അതിന് വീണ്ടും ബീപ്പ് സൗണ്ടാണ്. പിന്നെയാണ് മനസ്സിലായത് സ്പെയർ കീ ബാഗിലിട്ടിട്ട് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലോക്ക് ആകാതിരുന്നത്. അപ്പോൾ സ്പെയർ കീ എടുത്ത് പോക്കറ്റിലിട്ടു, 2 കീ എടുത്ത് പോക്കറ്റിലിട്ടു. ഇപ്പോൾ വണ്ടി ലോക്കായിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ആയിരുന്നു മേടിച്ച് വണ്ടിയിൽ ഇട്ടേക്കാന്ന് വെച്ചു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോഹയും ആലു പൊറോട്ടയും കറിയാണ് പറഞ്ഞേക്കണേ. കറിയൊന്നുമില്ല, ഒരു സാധനമല്ലേ ഇവിടെ? അതെ അല്ലേ. ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിയില്ല, സമയം 10 മണി കഴിഞ്ഞല്ലോ. പോഹയോ അതുണ്ടോ അവിടെ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം. ആലു പൊറോട്ട കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിസ്സ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഹാ, അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിതാ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ലൈലു നമുക്ക് പോയാലോ? ലൈലുവിനും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കായിരുന്നു. അവർക്ക് മാത്രമേ അതിൻ്റെ കൂടെ അവൾക്കൊരു കുറവുണ്ടായിരുന്നുള്ളൂ. അതെ, അല്ലാതെ തന്നെ അവള് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും അവളെ തപ്പി നോക്കും എവിടെയാ അവളെന്നുള്ളത്. ഹൈവേ കട ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. വിജനമായിട്ടുള്ള പ്രദേശത്തോടെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ സ്പീഡ് ഒരു 80 സെറ്റ് ചെയ്തു. 4 സ്പീഡ് ആയതുകൊണ്ട് RPM 2000-ന് മേളിലാണ് നിൽക്കുന്നത്. ഒരു 5 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ആയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പലപ്പോഴും നമുക്കൊരു 5 സ്പീഡ് ഒരു ഗിയർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ടർബോ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ടർബോ ഇല്ലാത്തതിൻ്റെ ക്ഷീണം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ വണ്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളമുള്ള ട്രെയിലേഴ്സാണ്. അപ്പോൾ അതിന് ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കുന്നുണ്ട്. ടർബോ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിന് പകരമായിട്ട് എല്ലാ ജിംനി ഓണേഴ്സും മസ്റ്റായിട്ട് വണ്ടിയുടെ വില കൂടാണ്ട് ഈ ഒരു പ്രൊഡക്റ്റും കൂടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വേണം ജിംനി എടുക്കുന്നവർ എടുക്കാനായിട്ട്. അപ്പോൾ അത് ത്രോട്ടിൽ കൺട്രോളറാണ്. അൾട്ടിമേറ്റ് 9 ത്രോട്ടിൽ കൺട്രോളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിലെ ഡീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള AT കാർ മോഡ്സ് ആണ് അതിൻ്റെ ഡീലർ. അപ്പോൾ ഈ സാധനം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഷോറൂമിൽ വരുന്നുള്ളൂ. ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ സാധനം ജിംനി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ജിംനി ഉള്ള ആൾക്കാർ നമ്മുടെ AT കാർ മോഡ്സിൻ്റെ എബ്രാഹിം തരുന്ന നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ജിംനി ഉള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ത്രോട്ടിൽ കൺട്രോളർ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി 2000-ഓളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ത്രോട്ടിൽ കൺട്രോളർ വെക്കാണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നിർത്തുന്നു. അവിടുന്ന് ത്രോട്ടിൽ കൺട്രോളർ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഓടിക്കാൻ പോകുന്നത്. എഞ്ചിനെ ആ ജിപ്സിയുടെ പഴയ എഞ്ചിനാണ്. ഈ മാരുതിക്കാർ ഇതിന്റെ സീരീസ് ഒന്ന് മാറ്റിയായിരുന്നു. B സീരീസിൽ നിന്ന് C സീരീസിലേക്ക് വന്നായിരുന്നു. അത് ഭയങ്കര ഫ്യൂവൽ എഫിഷ്യൻ്റ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എഞ്ചിനായിരുന്നു കാര്യം. പക്ഷെ അവന്മാർ ഇതിനകത്ത് ജിംനിക്കകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ഫീൽ, ഞാൻ ഓഫീസിൽ ജിപ്സി ഓടിക്കുമ്പോഴേ ആ ഒരു സെയിം ഫീലാണ് നമുക്ക് ഈ ജിംനി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ എഞ്ചിൻ്റെ ആ വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര പവറിനെ പറ്റി നമ്മളങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം അതുകൊണ്ട് അങ്ങനെ വലിയ ഹൈവേ കട പോകുന്നില്ലായിരുന്നു. ഇത് പക്ഷേ ആ സെയിം ഒരു ഫീലിംഗ് ആണ്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടുള്ള വണ്ടി, അത് പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടും ഇതിനകത്ത് ആ ഒരു സെയിം പവർ, ആ സെയിം ഒരു ടോർക്കുമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് കൺവേർട്ടേഴ്സ്, നമ്മുടെ ത്രോട്ടിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കമ്പനിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വെച്ച് കൊടുത്തു വിടേണ്ട ഒരു സാധനമായിരുന്നു. ഇപ്പോൾ ടർബോ കൊടുക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും വെച്ച് കൊടുത്തു വിടണം. അപ്പോൾ നമ്മുടെ ഹൈവേയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് ചെറിയൊരു ടേൺ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്രാമത്തിലൂടെ. ഇത് എത്രാമത്തെ ഹമ്പ്? അത് 7ാമത്തെ ഹമ്പ്. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 7ാമത്തെ ഹമ്പ്. ഇവയെ കിടക്കണമെങ്കിൽ പടർന്ന് പന്തലിച്ച് നമ്മുടെ ഫ്രണ്ടിൽ എന്തൊരു ഹോട്ടലാണത്. എന്നത് ഫയർഫോഴ്സും പോലീസുകാരൊക്കെയാണല്ലോ മൊത്തം വന്നേക്കണത്. VIP ഗസ്റ്റ് വല്ലതും വരുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. ഫ്രണ്ടിൽ 2 പീരങ്കിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഷെല്ലിൻ്റെ പമ്പിലാണ്. അപ്പോൾ ഷെല്ലിൻ്റെ പമ്പിലല്ലാതെ ഇതുപോലൊരു ഷോപ്പ് ചെയ്യാനുള്ള സംഭവമുണ്ടോ, അടിപൊളി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളെടുത്ത് വീണ്ടും വണ്ടിയിലേക്ക് നിറയ്ക്കാൻ പോവുകയാണ്.
നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡ് 80 കിലോമീറ്റർ, RPM 2150 RPM സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടോൾ ബൂത്തിൽ എത്തിയേക്കുവാണ്. ടോൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ആക്സലറേഷൻ നമ്മൾ ഇതുവരെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ആക്സലറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 സ്പീഡല്ലേ, എങ്ങനെ അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വണ്ടി ഒന്ന് നിർത്തിയിട്ട് എടുക്കാം കേട്ടോ, ബാക്കിൽ വണ്ടിയൊന്നുമല്ലല്ലോ. സ്പീഡ് 0, ആക്സിലേറ്റർ ഫുൾ ഡൗൺ. ജിംനിക്ക് പവർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? ഇപ്പൊ 3 ഗിയർ വരെ ഷിഫ്റ്റ് ആയുള്ളൂ കേട്ടോ. 4 ഗിയർ ഉണ്ട് വണ്ടിക്ക്. 3ാമത്തെ ഗിയർ RPM കയറുന്ന കണ്ടായിരുന്നോ? വാവ്. പക്ഷേ ഇതിലൊരു ടർബോകൾ ഉണ്ടായിരുന്നുണ്ടല്ലോ, സാധനം പൊളി, വേറെ സാധനമായ. ഇനി നമുക്കിതിൽ ലഞ്ച് കഴിക്കാനുള്ള ഒരു കട കിട്ടിയിട്ടില്ല, വിശപ്പായിട്ടില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ നിർത്തിയിട്ട് നമ്മൾ വണ്ടിയിൽ ത്രോട്ടിൽ കൺട്രോളും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തപ്പോൾ തന്നെ ത്രോട്ടിൽ കൺട്രോളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലൊരു ടൂറ് പോകാനാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി നിറയെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ട്രാക്ടറും, നമ്മുടെയൊക്കെ നാട്ടിൽ ട്രാക്ടർ വളരെ കുറവാണല്ലേ. ഇനി 3 മണിക്കൂറും 18 മിനിറ്റും കൂടെ സമയം എടുക്കുന്നുണ്ട്. 198 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് മൈലേജ് എന്ന് പറഞ്ഞാൽ 15.8 കിലോമീറ്റർ ആണ്. 5 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നു. ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സ്റ്റോപ്പില്ലായിരുന്നു, നേരെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം 2:30-2:45 ആകാൻ പോണു. വിശക്കാരം തുടങ്ങി. നോൺ വെജ് കിട്ടുന്ന കാര്യം ചോദിക്കുന്നില്ല. അഹമ്മദാബാദിൽ ചെന്നാൽ ചിലപ്പോൾ കുറച്ച് നോൺ വെജ് കിട്ടും. അതെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും കഴിച്ചിട്ട് നമുക്ക് പോകാം. ലൈലു, നിന്നെപ്പോലെ ഞാനും സങ്കടപ്പെട്ടിരിക്കുക, ഭക്ഷണമൊന്നുമില്ല. കഴിക്കാൻ പോയാലോ? അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക് ഒരു 100 കിലോമീറ്ററോളം എത്താനുണ്ട്. അപ്പോൾ ഹോണസ്റ്റ്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോണസ്റ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വണ്ടികളെ കണ്ടുകൊണ്ട് നല്ല ഭക്ഷണം എനിക്ക് നടത്താൻ ഇവിടെ നിർത്തിയതാണ്. ഇത് മറ്റേ സമോസ, ഒരു സമോസ ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീ ഇത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത്. നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. ഇതൊരെണ്ണം വേണം, ഇതൊരെണ്ണം വേണം. അതൊക്കെ കഴിക്കാൻ കൊള്ളാവുന്ന 2 സാധനം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ. കാണുന്നല്ലേ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ഫീൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വന്നു. ഇതിൻ്റെ പേരെന്നാ? ദോക്കല, കച്ചോരി. അത് നമ്മുടെ സമോസ. കഴിക്കുന്നില്ല? ടേസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അത് മധുരമുള്ള വെള്ളമാണോ? ഇതോ പച്ച എരിവ് മിക്സറെല്ലാം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ വട്ടയപ്പം പോലത്തെ ഒരു സാധനമാണ്. ഒരു മധുര കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒന്നിൽ സ്പൈസി ഉണ്ട്, ഒന്നിൽ മധുരമുണ്ട്. അപ്പോൾ അതിലുണ്ട് മിക്സ് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ സമോസ, ഉരുളക്കിഴങ്ങ് സമോസ. ഒരു ഗ്ലാസ്സിലേക്കാണ് ഒരു സോസ് തരുന്നത്. ഒഴിച്ചു കുടിക്കണോ? രസമുണ്ട് കേട്ടോ. ഉദ്ദേശിച്ച പോലെയല്ല, സംഭവങ്ങളൊക്കെ നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു. സമോസ ഇഷ്ടപ്പെട്ടു, കച്ചോരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേരണ ദോക്കല, പേര് പറയാൻ പാടാണെങ്കിലും അവസാനം കുഴപ്പമില്ല. പിന്നെ അടുത്ത് നമുക്ക് ചപ്പാത്തിയും മഷ്റൂമും വന്നിട്ടുണ്ട്. ബട്ടർ മഷ്റൂം, അത് ചീസ് മഷ്റൂം, ബട്ടർ മസാല മഷ്റൂം. എല്ലാം ഇടയ്ക്കൊരു വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ രസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അഹമ്മദാബാദ് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റിലൊക്കെ നല്ല രസമായിട്ട് കാണാനൊക്കെ ആയിട്ട്. സൈഡ് ഫുള്ള് മാർക്കറ്റുകളാണ്. പച്ചക്കറികളും പഴങ്ങളൊക്കെ വിൽക്കാനായിട്ട് നിറച്ച ആൾക്കാരാണ്. വലിയ മാർക്കറ്റാന്ന് തോന്നുന്നല്ലോ. സന്നദ്ധ്. ഇതിലൂടെയുള്ള ഡ്രൈവിങ് ഭയങ്കര രസമാണ് കേട്ടോ. ബൈക്കിൽ 3 പേര് ഇരിപ്പുണ്ട്. ഓടിക്കുന്ന ചേട്ടനാണെങ്കിൽ ബൈക്കിലോട്ട് തിരിഞ്ഞിരുന്ന് ഫോൺ മേടിക്കുന്നു, ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, അതിന് വണ്ടി ഓടിച്ച് വിട്ടുപോകുന്നു. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, നമ്പർ പ്ലേറ്റ് ഉള്ളതിനോടെ ഭാഗ്യം. അഹമ്മദാബാദ് എത്താറായപ്പോഴത്തേക്കും നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് കൂടെ കാണുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മുടെ ലഞ്ച് കഴിയുമ്പോൾ നമുക്ക് ത്രോട്ടിൽ കൺട്രോൾ കൊടുക്കാമെന്ന് ഫിറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ നമ്മൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് കൊടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് മാക്സിമം നമുക്ക് ഇവിടെ നേരത്തെ എത്താനുള്ളൊരു ശ്രമത്തിലാണ്. സിഗ്നൽ ഒന്ന് തെറ്റുമ്പോഴത്തേക്കും വണ്ടികൾ തമ്മിൽ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നു. ഇവിടെ സിഗ്നൽ ഒന്നുമില്ല, ഇടയ്ക്കോടെ മെടക്കോടെ കയറി വണ്ടി 4 സൈഡിൽ നിന്നും പോകുന്നുണ്ടല്ലേ. ഒരു തട്ടലും ഇല്ല മുട്ടലും ഇല്ല. അത് മാത്രമാണ് ആൾക്കാർ തുപ്പുന്നു ഊറുന്നു, അതിനിടയ്ക്ക് ഫോണിൽ വിളിക്കുന്നത്. ഭയങ്കര കഴിവാണ് നമ്മൾ ഇന്ത്യക്കാരുടെ. എത്ര ട്രെയിനിൽ നോക്കിയേ, റോങ് സൈഡിലാണ് പോകുമ്പോൾ 1, 2, 3 അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുക. കുത്തിക്കെട്ടി 4ാമത്തെ ലൈൻ ഇവിടെ തോന്നുമ്പോൾ എനിക്ക് എന്നാ ചെയ്താൽ മതി, എന്തിനൊക്കെ ബോധം വയ്ക്കുമോ. ഇപ്പോൾ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു വലിയ കുറേ JCB ഹിറ്റാച്ചുകളൊക്കെ 100 കണക്കിന് സാധനങ്ങൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് വേസ്റ്റിൻ്റെ മലയാണ്, ഭീകര മല. അതിൻ്റെ ഡ്രോൺ ഷോട്ട് ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പരുന്ത് കാരണം ഡ്രോൺ പറത്താൻ പറ്റുന്നില്ല. അമ്മാതിരി പരുന്തിൻ്റെ ശല്യമായിരുന്നു. ഒരു വിധത്തിൽ ഡ്രോൺ ഒന്ന് പൊക്കി ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ താത്തു ചെയ്തത്, കാരണം പരുന്തിൻ്റെ ശല്യം അതുപോലെയായിരുന്നു കേട്ടോ. പരുന്തൊന്നും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം എടുത്തു വെച്ചിരിക്കുന്ന ഷോട്ട് എല്ലാം കൂടെ ആ ചെളിക്കുണ്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ വേസ്റ്റിൻ്റെ അകത്ത് പോകും. പിന്നെ അത് ഡ്രോൺ പോയിന്ന് കൂട്ടിയാൽ മതി. വെൽക്കം ടു അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ. അടിപൊളി നാഷണൽ എക്സ്പ്രസ് വേ 1 ആണ്. മിന്നിച്ച് വിടുവാപ്പാ, ഇത്ര നേരം ബ്ലോക്കിൽ കിടക്കുമല്ലായിരുന്നോ. വഡോദര എത്താറാകുമ്പോഴത്തേക്കും നമ്മുടെ മരുഭൂമിയുടെ ഒരു ഫീലൊക്കെ മാറിയിട്ട് ഇപ്പോൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. കൃഷിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഉറപ്പിച്ച് വിട് പാപ്പാന്ന് പറഞ്ഞ് തീർന്നില്ല. അതിനു മുമ്പേ നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിൽ ഇപ്പോൾ 5 മിനിറ്റായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നല്ലൊരു ബ്ലോക്കാണ്. ഇതാണ് നമ്മുടെ ബ്ലോക്കിന് കാരണം. നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിൽ ഒരു ലോറി മറിഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. ഓണടി കേട്ടൊന്ന് ഓണടിച്ച് പറഞ്ഞ് വേറെ എണീറ്റ് ഓടാൻ പോകുന്നുണ്ട്. മറിഞ്ഞ് കിടക്കാൻ വേണ്ടി എണീറ്റ് പോകും പാവങ്ങൾ. ടൈലാണോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വളരെ ലോങ് ഒരു യാത്രയായിരുന്നു. വൈകുന്നേരം സമയം 7 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷൻ വഡോദരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ ഇവിടുന്ന് നേരെ മുംബൈക്ക് പോവുകയാണ്. അപ്പോൾ നാളത്തെ മുംബൈ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ലൈലു ബൈ ഉണ്ടോ? ലൈലുവിന് എങ്ങനെയും വണ്ടിയിൽ നിന്ന് ചാടി പോയാൽ മതി, രാവിലെ ഇരിക്കുന്നതല്ലേ.